രൂപാസ് കിച്ചൻ. അപ്പം നമ്മൾ ഇന്നിവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് ഞാൻ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിന് 1 കപ്പ് ഡേറ്റ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുള്ള സീഡ്സൊക്കെ മാറ്റണം. അതായത് നമ്മളിങ്ങനെ ഒരു കത്തി കൊണ്ടോ കൈ കൊണ്ടോ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ കത്തി വെച്ച് എളുപ്പമായാൽ കത്തി കൊണ്ട് തന്നെ ചെയ്യാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സീഡ്സ് എളുപ്പത്തിൽ തന്നെ മാറ്റാം. ആ സീഡ് മാത്രം എടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഇതുപോലെ മാറ്റണം. ഇതുപോലെ ഞാൻ എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിനകത്തൊന്നും ഇല്ലാതെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇന്ന് തീരെ അങ്ങ് മഷി പോലെ ഒന്നും അരക്കണ്ട. ശരി, അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കണ്ടോ, ഞാനതിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ സ്റ്റിക്കി ആയിട്ടിരിക്കുകയാണ്. നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. എന്നിട്ട് ഈ കശകശ, അതായത് 1 ടേബിൾ സ്പൂൺ കശകശ ഒന്ന് നമുക്കിതിൽ വറുത്തെടുക്കാം. പോപ്പി സീഡ്സ് എന്ന് പറയും. കരിഞ്ഞു പോകരുതേ, ഒന്ന് ചൂടാക്കിയാൽ മതി. അതിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഓയിലൊന്നും ചേർക്കണ്ട. വെറുതെ ഈ പാനിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പം ഞാനൊരു 1 മിനിറ്റ് ഇത് വറുത്തു. എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്കിതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടാട്ടെ. ചൂടായിട്ടുണ്ട്. അതിന് ഞാനൊരു 1/2 കപ്പ് പിന്നെ ബദാം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കതൊരു 1/2 കപ്പ് കാഷ്നട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം കുറച്ച് വെച്ചോളൂ. എന്നിട്ട് ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നു. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ അത് ഇടുന്നില്ല. ഒരു 2 ടീസ്പൂൺ ഇട്ടാൽ മതി അതുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ നട്ട്സ് നല്ലതുപോലെ ഫ്രൈ ആവണം, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയായി കിട്ടും. വളരെ എളുപ്പമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ഹെൽത്തിയാണ്. ഇതൊന്നും പ്രത്യേകം ഈ പിന്നെ ഡേറ്റ്സും നട്ട്സും ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളൂ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഫ്ലെയിം തീരെ കുറച്ച് വെച്ചോണം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഉണ്ടല്ലോ അത് ഇത് ഇട്ട് കൊടുക്കാം. ആദ്യം ഇടുമ്പോൾ പിന്നെ നല്ല സ്റ്റിക്കി ആയിരിക്കും. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. അപ്പം ഞാൻ അതത്ര ഇട്ടു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കാം. കുറച്ച് ചൂടാകുമ്പോഴത്തേക്ക് അത് നല്ല സോഫ്റ്റ് ആയിക്കോളും. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം, ചേർക്കണം. നട്ട്സ് ഒന്നും കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. ആ മിക്സിയുടെ ജാറിൽ ശരിക്കും സ്പൂൺ വെച്ച് ഇളക്കിയാലേ അത് എടുക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഡേറ്റ്സ്. ഇതിന് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കശകശ ഉണ്ടല്ലോ വറുത്ത് വെച്ചത്, അത് കുറച്ചിട്ട് കൊടുക്കുകയാണ്. കുറച്ച് നമുക്ക് വേണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു.
എന്നിട്ട് നമുക്കതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൂടുതൽ സമയം നമ്മൾ ഫ്ലെയിം ഇട്ട് വയ്ക്കുമ്പോഴേ നമ്മൾ ഈ നട്ട്സൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് ഒരുമാതിരി സോഫ്റ്റ്, അതായത് നമ്മുടെ ഡേറ്റ്സ് സോഫ്റ്റ് ആയ ഉടനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സായിട്ട് നമ്മളിത് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ലഡു ആക്കി മാറ്റാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ബോൾസായിട്ട് അത് ഉരുട്ടിയെടുത്താൽ അത് ലഡു. ഞാനിപ്പോൾ വന്നിട്ട് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് തണുക്കണം. തണുത്താലേ നമുക്കിത്, തീരെ തണുക്കണ്ട, കൈ കൊണ്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കണ്ടേ. അതായത് ഇപ്പോൾ ലഡു ആണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല രീതിയിൽ, ഇപ്പോൾ ചൂടുണ്ട് കേട്ടോ, നല്ല രീതിയിലൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇങ്ങനെ തന്നെ കണ്ടോ. ഇതുപോലെ കുട്ടികൾക്ക് വലുതായിട്ടോ, ഇത് കുറച്ചുകൂടി വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം. വെറുതെ തന്നെ ഇങ്ങനെ കഴിക്കുന്നതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ടോട്ട് ഒരു സ്പൂൺ വെച്ച് കഴിച്ചാൽ പോലും നല്ല ടേസ്റ്റായിരിക്കും. കുറച്ചുകൂടെ തണുക്കണം. അപ്പോൾ ഇത് കുറച്ച് തണുത്തിട്ടുണ്ട്. ഞാൻ ഈ റോൾ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണേ. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇട്ടിയപ്പോൾ ഇത്രയാണ് കിട്ടിയത്. പക്ഷേ നമ്മൾ ചെറിയൊരു കപ്പല്ലേ എടുത്തോളൂ ഡേറ്റ്സ്. ഒരു 10-12 ഡേറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ ആകെ. കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു. തീരെ ഇങ്ങനെ നീട്ടി നൈസായിട്ട് കൊണ്ടുപോകരുത്, എങ്കിൽ നമുക്കത് കട്ട് ചെയ്യാനും പിന്നെ അതിൻ്റെ ഷേപ്പും ഒന്നും കിട്ടത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ കശകശ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ കശകശ ഒരു പ്ലേറ്റിൽ തട്ടുകയാണ്. എന്നിട്ട് ഇത് നമുക്കതിൽ ഉരുട്ടിയെടുക്കാം. കശകശാവും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ കാണാനും ഭംഗിയുണ്ട്, കഴിക്കാനും നല്ലതാണ്. കണ്ടോ. ഇപ്പോൾ നമ്മുടെ കശകശ എല്ലായിടത്തും പുരണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊരു അലുമിനിയം ഫോയിൽ പേപ്പറിൽ പൊതിയണം, അതായത് റോളായതുകൊണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലഡു മതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അത് ബോളാക്കി ഉടൻ തന്നെ കഴിക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊരു അലുമിനിയം ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനൊരു അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് റോളൊന്ന് വെച്ച് കൊടുക്കാം. വച്ചിട്ട് നമുക്കിതൊന്ന് മടക്കണം. ഇതുണ്ട്, ഇതുപോലെ ചുരുട്ടിയിട്ട് ഈ വശം ഇതേപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ വശം. അപ്പം നമ്മൾ ഇതിപ്പോൾ അലുമിനിയം ഫോയിൽ പേപ്പറിൽ ഇപ്പോൾ ഹോൾഡ് ചെയ്ത്, നിങ്ങൾക്കിപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം. അലുമിനിയം ഫോയിൽ പേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചിരിക്കാം. 1 മണിക്കൂർ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, 2 മണിക്കൂറായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറായി. ഞാൻ പുറത്തെടുത്ത് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് റോള് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റോളൊന്ന് കട്ട് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച കാരണം നല്ല രീതിയിൽ ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ നല്ല സൗകര്യമായിരിക്കും. കണ്ടോ. ഇത് നമ്മളിനി ഓരോ പീസായിട്ടിങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കണം. അപ്പോഴേ കഴിക്കാൻ ഒരു സൗകര്യമുള്ളൂ. കുട്ടികളുടെ കയ്യിലായാലും ആർക്കായാലും നമുക്കൊരു പീസ് എടുത്ത് കഴിക്കാൻ നല്ല സൗകര്യമായിരിക്കും. അത് മാത്രമല്ല, ഈ റോളൊന്നും നമുക്ക്
മറ്റേ മീറ്റ് റോള് പോലെയൊന്നും മുഴുവനെ കയ്യിൽ വെച്ച് കഴിക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മുടെ റോള് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ഡേറ്റ്സ് കൊണ്ടുള്ള റോള് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെന്ന് വെച്ചാൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട്, അതായത് വളരെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുമാത്രമല്ല നല്ല ഹെൽത്തി ആയതും കൂടിയാണ്. നമ്മളിപ്പോൾ ഷുഗറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ഓരോ ചോക്ലേറ്റും അതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും നമ്മൾ ഇതുപോലെ വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ എയർ ടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് നമ്മൾ മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതൽ കേടുകൂടാതിരിക്കും കേട്ടോ. നമ്മളെല്ലാം വറുത്തിട്ടല്ലേ ചെയ്തത്, അത് കാരണം പെട്ടെന്ന് കേടാവത്തില്ല. ഓക്കെ, താങ്ക് യു.